ചലഭത്തിലും സന്തതം ശ്രീ പീറ്റർ നീണ്ടൂർ, ലാനയുടെ സെക്രട്ടറി ശ്രീ അബ്രഹാം തെക്കേമുറി, ഇന്നലെ ഉറങ്ങിയില്ല, ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നൊക്കെ ആരോഗ്യപരമായിട്ടിരിക്കും, വിഷമാണ്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ആ ഭാഷയുടെ സ്നേഹവും അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഭാഷാ സ്നേഹികളായിട്ടുള്ള കൂട്ടായ്മയുടെയും ലക്ഷ്യം നിർത്തിക്കൊണ്ടിവിടെ വന്നു. അതിനെ ഞാൻ അദ്ദേഹത്തിന് വളരെയധികം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞങ്ങളത് സഹിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഞങ്ങളങ്ങ് ധരിക്കുകയാണ്. കൂടുതൽ ആ വിഷയത്തിലേക്ക് ഞങ്ങളോടുണ്ടായിരുന്ന ചീഫ് അറ്റൻഡറായിട്ടുള്ള ഒരു അവതച്ചേർക്കും സ്വന്തം തണ്ണി ഇടിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ എന്നോട് ചോദിച്ചു, അത് കണ്ടോ, അത് ജവഹർലാൽ നെഹ്റുവാണ്, ഇന്ത്യ ശക്തമായ ഒരു മുഷ്ടിയോട് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നയാളാണ്. അതല്ല ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. സൂക്ഷിച്ചു നോക്കും, പുറകോട്ട് നോക്കാൻ പറഞ്ഞു, സൂക്ഷിച്ചു നോക്കാൻ പറയും. ഒരു നല്ലൊരു കമ്പിയിലാണ് ഈ നെഹ്റുവിനെ തൂക്കിയിട്ടേക്കുന്നത്. കണ്ടോ, ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന നെഹ്റുവിനെ തൂക്കിയിട്ടേക്കുന്ന ആ കമ്പിയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ സാഹിത്യവേദിയുടെ 135 സമ്മേളനങ്ങളുടെ എല്ലാവർക്കും നമസ്കാരം. 1997 ഡാളസിൽ ഉദയം ചെയ്തതാണ് ലാന. 11 വർഷം കൊണ്ട് അമേരിക്കയിലെ മിക്ക സിറ്റികളിലും ഏകോദര സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ കോർത്തിണക്കി വാർത്തെടുക്കുവാൻ ലാന എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ സമയം ഈ വേദിയിൽ ഞാൻ പറയുകയാണ്. ബൈ ദി കണ്ടന്റ് ഓഫ് ദെയർ ക്യാരക്ടർ. ഏതാണ്ട് 58 വർഷം മുമ്പ് നടത്തിയ ആ പ്രഭാഷണം ലോക ജനത അംഗീകരിച്ചതിന്റെ തെളിവാണ് ഈ ഷിക്കാഗോയുടെ മണ്ണിൽ നിന്ന് ഉള്ള സെനറ്ററായ ഒബാമ വൈറ്റ് ഹൗസിലേക്ക് കടക്കാൻ പോകുന്നത്. മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ചേർന്ന് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടൊരു സ്വാഗതം ആശംസിക്കുക, സ്വാഗത ഗാനം പാടുക എന്നുള്ള കൃത്യമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്വാഗതം സ്വാഗതം ലാനയ്ക്ക് സ്വാഗതം, ചിക്കാഗോ സാഹിത്യവേദിതൻ സ്വാഗതം, ആഗതരാം പ്രിയ സഹൃദയ വൃന്ദമേ സ്വാഗതാശംസകൾ അർപ്പിച്ചിടുന്നു. ഈ മാധ്യമ സംവാദത്തിൽ പങ്കെടുക്കുന്ന വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, അമേരിക്കൻ ഐക്യനാടുകളിലെ സാഹിത്യ വളർച്ചയില് മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒന്നായി ഞാൻ കരുതുകയാണ്. ഇപ്പോഴത്തെ ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ് മാത്യു ഡാനിയൽ സാറിനെ. അദ്ദേഹം വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ നിങ്ങളുടെ പേരിൽ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ജോസ് കണിയാലി, ഇന്ത്യ പ്രസ് ക്ലബ് നാഷണൽ പ്രസിഡന്റ്. ആരുടെയും പേരെടുത്ത് ഒന്നും തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ ഇന്നത്തെ പരിപാടി ആക്ച്വലി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയല്ലേ? സാഹിത്യ വളർച്ചയിൽ മാധ്യമങ്ങൾ പങ്ക്. അതെ, സാഹിത്യ വളർച്ചയിൽ മാധ്യമങ്ങളുടെ പങ്ക്. ഈ
ഒരു പരിപാടി ഇന്നിവിടെ ആസൂത്രണം ചെയ്ത് അതിൽ പങ്കുകൊള്ളുവാൻ കടന്നു വന്നപ്പോൾ ഞാൻ ആദ്യമായി ശ്രദ്ധിച്ചത് അത് ഡോക്ടർ റോയ് തോമസ് സൂചിപ്പിച്ചു. അതുകൊണ്ട് ഞാനത് ഒരു എഴുത്തുകാരനാകുന്ന എപ്പോഴാണ് അവരെഴുതുന്ന അവന്റെ കാവ്യം അല്ലെങ്കിൽ അവന്റെ രചന, അവന്റെ കഥകള് ജനങ്ങളിലോട്ട് എത്തുമ്പോഴാണ്, ആ അവന്റെ ആശയങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവന്റെ മെസ്സേജ് ജനങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു എഴുത്തുകാരനായിട്ട് മാറുന്നത്. അതിലെല്ലാം മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമായിട്ട് എത്തുന്നത് പത്രങ്ങളാണ്. ചിലരുടെ മനസ്സിലേക്ക് വിഷ്വൽ മീഡിയ, TV ചാനലുകൾ വരും. എത്ര മാധ്യമങ്ങൾ നമുക്കുണ്ട്? 5, 10 വേണ്ട, ഒരു 30 എന്ന് വെക്കാം. എന്നാൽ ഒരു ന്യൂ ഏജ് മാധ്യമമുണ്ട്, ഇന്റർനെറ്റ്, ബ്ലോഗുകൾ. ഒരു 1000കണക്കിന് മലയാളം ബ്ലോഗുകൾ നമുക്കുണ്ട്. ഇനി വായനക്കാരെ കുറിച്ചുള്ള ഒരു കണക്കെടുക്കാം. ഈ പത്രങ്ങൾ വായിക്കുന്നവര് ഒരുപക്ഷെ 5000 വേണ്ട, 10000 എന്ന് വെക്കാം. ഈ ഇന്റർനെറ്റിലെ ഈ ബ്ലോഗുകൾ വായിക്കുന്ന, മലയാളം ബ്ലോഗുകൾ വായിക്കുന്ന കുറഞ്ഞത് 10 ലക്ഷം മലയാളികളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സാഹിത്യകാരന്മാർക്ക് അവരുടെ സാഹിത്യ സൃഷ്ടികൾ വെളിച്ചത്ത് കൊണ്ടുവരുവാനായിട്ട് പത്രങ്ങൾക്ക് ചുരുങ്ങിയ താളുകളേ ഉള്ളൂ. ഇന്റർനെറ്റിന് അനന്തമായിട്ടുള്ള താളുകളാണുള്ളത്. ചുവരിലിരിക്കുന്ന ചിത്രങ്ങളിലേക്ക് കണ്ണോടിക്കുകയായിരുന്നു. ഒരു സുഭാഷ് ചന്ദ്രന്റെയോ ബി മുരളിയുടെയോ അഷിതയുടെയോ ഒരു ചിത്രം വേണമെന്നില്ല, പരാമർശം പോലും ഞാൻ കണ്ടില്ല. ഇത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അജ്ഞത കൊണ്ടാണെങ്കിൽ അത് ആദ്യം പരിഹരിക്കണം എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. അടുത്ത തലമുറയിലേക്ക് മലയാളം പകർന്നു കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ കോണ്ടംപററി ആയിട്ടുള്ള സാഹിത്യവുമായിട്ടുള്ള ഗ്യാപ്പ് കുറയ്ക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സംഗതി. അവിടെ കംപ്ലൈന്റ് കേട്ടായിരുന്നു, ഈ മാധ്യമങ്ങളൊന്നും സാഹിത്യകാരന്മാരെ എന്താ പറയുക മൈൻഡ് ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ല സഹകരിക്കുന്നില്ല എന്നുള്ളത്. എന്റെ അഭിപ്രായം ഞാൻ അവിടെ പറഞ്ഞാൽ ഇതിനൊക്കെ ചില ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്